ജനുവരി 12-നാണല്ലോ കല്യാണം നിശ്ചയിച്ചിരുന്നത്. 2-ാം തീയതി എന്ന് പറഞ്ഞ ദിവസം ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, 13-നാവട്ടെ എന്ന് വെച്ചു. അപ്പോൾ 13 ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അൺലക്കി നമ്പറാണ്. നമ്മൾ പിന്നെ ഇംഗ്ലീഷുകാരല്ലാത്തതുകൊണ്ട് 13 തന്നെ ഉറപ്പിച്ചു. പിന്നെ അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളെയും ഞാൻ കണ്ടു. രവിയേട്ടൻ, ദിവാകരൻ, രാധാകൃഷ്ണൻ, കുമാരൻ മാഷ്, അങ്ങനെ എല്ലാ സുഹൃത്തുക്കളെയും കണ്ട് വിവരമൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് അമ്മാവന്മാരെയും അടുത്ത ബന്ധുക്കളെയും അവരുടെ അടുത്തൊക്കെ ചെന്ന് കാര്യം പറഞ്ഞു. ആരെയും ക്ഷണിക്കുന്നില്ല എന്ന് പറഞ്ഞു, കാരണം അതിനുള്ള വകുപ്പില്ല. അങ്ങനെ വൈകുന്നേരം അമ്മ എന്നോട് പറഞ്ഞു, രജിസ്റ്റർ ഓഫീസറായാലും ശരി എവിടെയായാലും ശരി സ്വർണം കൊണ്ടുള്ള ഒരു താലി കെട്ടിയേ പറ്റൂ. കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഞാൻ നഖശികാന്തം ആ ഐഡിയ എതിർത്തു. അമ്മ സമ്മതിച്ചതേയില്ല, ഭയങ്കര വാശിയായി. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മളെ മമ്മൂട്ടി അതിരാത്രം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ കണ്ണൂരിലൊരു ഹോട്ടലിൽ വന്ന് താമസിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൂരിലെ സഫയർ ഹോട്ടലിൽ ചെന്നു മമ്മൂട്ടിയെ കണ്ടു, കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. താലിയുടെ കോസ്റ്റായ 2000 റുപ്പീസ് മൂപ്പരെടുത്ത് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ രജിസ്റ്റർ ഓഫീസിൽ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അങ്ങ് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് മാത്രം വേണ്ട, എനിക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രജിസ്റ്റർ ഉണ്ടാവില്ല, കല്യാണം ഉണ്ടാവില്ല. മമ്മൂട്ടിയെ പോലെയുള്ള ഒരു സ്റ്റാർ അവിടെ വന്ന് നാട് മുഴുവൻ ആൾക്കാർ ഇളകും, കല്യാണം കലങ്ങും. ഞാൻ പറഞ്ഞു, അത് വേണ്ട, വരണ്ട, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ വെച്ച് നമ്മുടെ സുഹൃത്തുക്കളായ കുഞ്ചൻ, മണിയമ്പിള്ള, രാജു അവരെയൊക്കെ കണ്ടു. അവരോടൊക്കെ ഞാൻ വിവരം പറഞ്ഞു. വീട്ടിലെത്തി മടങ്ങി വന്നു. വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞില്ല. ഞാൻ ഇപ്പം അച്ഛന് എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ വിവരം പറഞ്ഞ് അച്ഛൻ അറിഞ്ഞു കാണും. അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞു, അത് പറ്റില്ല, നീ ചെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സംഗതി, ഒന്നാമത് അച്ഛന് ഇതിലൊക്കെ എതിർപ്പുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ കുറേ നാടകീയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മടിച്ചു. അമ്മ നിർബന്ധിച്ചു. അങ്ങനെ ഒടുവിൽ നിവൃത്തിയില്ലാതെ ഞാൻ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് അച്ഛൻ താമസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അവിടെ ചെന്ന് നേരെ എന്നിട്ട് അച്ഛൻ അനുഗ്രഹിക്കണം, ഞാനിങ്ങനെ നാളെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ളൊരു സീൻ എനിക്ക് വലിയ വിഷമമായതുകൊണ്ട് ഞാൻ അച്ഛൻ കേൾക്കാ പാകത്തിൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയോടും മക്കളോടും പറയുന്നത് പോലെ ഇങ്ങനെയാണ്, നിങ്ങളാരും വരുമൊന്നും വേണ്ട എന്നങ്ങനെ അച്ഛനെ കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അച്ഛനിങ്ങനെ എനിക്കിങ്ങനെ ഇടങ്ങണ്ണാൽ കാണാം, ഞങ്ങളൊന്നും മിണ്ടാതെ ഇങ്ങനെ ധരിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പം അച്ഛൻ എന്നെ വിളിച്ചു. അവിടെ ഒന്ന് പറഞ്ഞോട്ടേന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എന്താണ് അത്, അച്ഛനൊന്ന് വിതുമ്പി, കതിരൂർ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വേണ്ട, അവിടെ രജിസ്ട്രാർ മുതൽ ആധാർ എഴുതുന്ന ആളുകൾക്ക് വരെ എന്നെ അറിയാം, നീ എൻ്റെ മകനാണെന്നറിയാം. അപ്പം എൻ്റെ മകൻ ഇങ്ങനൊരു കല്യാണം എന്നൊക്കെ പറയുന്നത് അത് എനിക്ക് മോശമാണെന്ന് പറഞ്ഞു. അപ്പം ചിരിച്ചു. അച്ഛൻ എന്തായി പറയുന്നത്? നമ്മളിപ്പം ഇതിപ്പോൾ അഭിമാനത്തിൻ്റെ പ്രശ്നമൊന്നും ഇതിനകത്തില്ലല്ലോ. നമ്മൾക്ക് ഇല്ലാത്തത് ഉണ്ട് എന്ന് ഭാവിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പം വീടൊക്കെ ജപ്തി ചെയ്യപ്പെട്ട് വളരെ മോശം അവസ്ഥയിലാണെന്നുള്ളത് ആളുകൾക്കറിയാം. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും ആളുകൾ മനസ്സിലാക്കിക്കോളും. ഇതൊന്നും അങ്ങനെയുള്ള അഭിമാനവും കാര്യങ്ങളൊന്നും എന്നാലും ഞാൻ പറയുന്നത് കേൾക്കില്ലേ? ഞാൻ പറയുന്നത് നിവൃത്തിയില്ല, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്നു. അങ്ങനെ രജിസ്റ്റർ ഓഫീസിനകത്ത് വെച്ച് ഒപ്പിടലും കാര്യങ്ങളൊക്കെ നടന്നു. വളരെ ഓക്വേർഡായിട്ടുള്ള എന്നുവെച്ചാൽ ആധാർ എഴുത്തുകാരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് വരാന്തയിൽ വെച്ച് ഒരു താലി ഇങ്ങനെ കെട്ടാനുള്ളൊരു ശ്രമം. അത് വിമലയും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാനങ്ങനെ ഒരു താലി കരുതിയത്. അപ്പോൾ കഴുത്ത് ഇങ്ങനെ വെക്കണോ അങ്ങനെ വെക്കണോ എന്നൊക്കെ ഒരു പ്രത്യേക രീതിയിൽ താലിയൊക്കെ കെട്ടി അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. അത്രയുമായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അവിചാരിതമായ ഒരു മാറ്റമാണ് ഉണ്ടായത്. കല്യാണത്തിന് മുമ്പുള്ള ആൾ തന്നെയാണ് ഞാൻ. എൻ്റെ എന്താ പറയുക, സ്വഭാവത്തിനോ അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾക്കോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അടിസ്ഥാനപരമായ മാറ്റം എന്ന് പറഞ്ഞാൽ വിജയങ്ങളുണ്ടായിട്ടുണ്ട്, പരാജയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ സജീവമാകുന്നത് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് ശരിക്കും പറഞ്ഞാൽ അന്ന് അതിൻ്റെ പിറ്റേന്ന് മുതലാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല.